ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മംഗലാപുരത്തേക്കാണ് പോകുന്നത്. മംഗലാപുരം എത്തണ്ട, ഉള്ളാളം പോയിട്ട് അവിടുന്ന് വേറെ റൂട്ടാണ് കേട്ടോ. ഷാമിൻ്റെ ഫാമിലിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനേക്ക് പോകുന്നതാണ്. അവിടെ എത്തി ട്രെയിൻ എത്തുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം ഇരിക്കേണ്ടതൊന്നും വന്നിട്ടില്ല. അപ്പോൾ വേഗം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഓടിക്കയറുക ചെയ്ത കേട്ടോ. ഫുൾ ആളായിരുന്നു, നമുക്ക് ഇരിക്കാൻ പോലും സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിന്. പക്ഷേ പയ്യന്നൂർ പിന്നെ അതുപോലെ തന്നെ പഴയങ്ങാട് പയ്യന്നൂർ എത്തുമ്പോൾ തന്നെ ഓരോരാൾ ഇറങ്ങുമ്പോൾ അങ്ങനെ നമുക്കും കിട്ടി സീറ്റ് കേട്ടോ. മാഷാ അല്ലാഹ്, ഇല്ലെങ്കിൽ മംഗലാപുരം വരെ നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സീറ്റൊക്കെ കിട്ടി, ഞങ്ങളിരുന്നു. പിന്നെന്താ പിന്നെ കടലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിഷ രാവിലെ തന്നെയാണ്. അപ്പോൾ നിഷ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നിഷ അതിന് സ്നാക്സും കടയിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് കടയിലേക്ക് തിന്നു. നമ്മൾ ഉള്ളാളം കേട്ടോ ഇറങ്ങിയത്. ഉള്ളാളം ഇറങ്ങി അപ്പോൾ അവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ വെള്ളമൊക്കെ ആയിരുന്നു അവിടെ. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായില്ല, അതിന് മുന്നേ പെയ്തതാണ്. പിന്നെ ഷാമിന് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഷാമിൻ്റെ നാടെത്തിയില്ലേ, ഷാമിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓട്ടോക്ക് പോയി. പിന്നെ അവിടുന്ന് ബസ്സിന് പോകണം കേട്ടോ. ഇന്ന് കുറച്ച് പോകാനുണ്ട്. സാലത്തൂർ പിട്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പോകേണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. ബസ്സിൽ കയറിയതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമായിട്ട് ഇതുപോലെ പോകുന്ന മഴയത്തൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ട് കാണാനും. പിന്നെ ഞാൻ വീട്ടിലേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഷാമു എൻ്റെ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന വീട്ടിലേക്കല്ല, അവരെ പെങ്ങളെ വീട്ടിലേക്കൊക്കെ ഷാ പോയിട്ടുണ്ട് കേട്ടോ മുന്നേ. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയ ശേഷം പിന്നെ ഓട്ടോക്കും കൂടി പോകാനുണ്ട് കേട്ടോ. ബസ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ദൂരം പോലെ തോന്നും കേട്ടോ. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോക്ക് പോയി കേട്ടോ. ഓട്ടോക്ക് പോയ ശേഷം നമ്മൾ ഷാ ആദ്യം വന്ന വഴിയിട്ട് കൂടെ പോയി. പിന്നെ അവർ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. അവർ വിളിച്ച് ഡ്രൈവറോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ കൂട്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ആ റോഡാണ് കേട്ടോ. തിരിച്ച് നമുക്ക് വഴി മാറിയതാണ്. തിരിച്ച് നമ്മൾ ഈ റോഡിലേക്ക് വന്നു. ഇവിടുന്ന് കുറച്ച് പോകാനുള്ളൂ. പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞവർക്ക് അവരുടെ ഫാമിലിയിൽ അവരെ അളിയന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വിരുന്ന് കൊടുക്കലാണ് കേട്ടോ. അപ്പം നമ്മളിതുവരെ വന്നിട്ടില്ല, അപ്പോൾ നമ്മളെയും കൂടി ക്ഷണിച്ചതാണ്. ചെറിയൊരു വലിയൊരു പാർട്ടി. അങ്ങനെ വെള്ളമൊക്കെ കിട്ടി. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഏട്ടനനിയന്മാരൊക്കെ അടുത്ത് 4 പേരാണ് കേട്ടോ ഏട്ടനനിയന്മാരായിട്ട്. അപ്പം 4 പേരും അടുത്തടുത്താണ് കേട്ടോ വീട്. മാഷാ അല്ലാഹ് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നമ്മൾ ഓരോരാളെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഒരാളെ വീട്, പിന്നെ അപ്പുറത്ത് വേറൊരാളെ വീട്, അതിൻ്റെ അപ്പുറത്ത് വേറൊരാളെ വീട്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ നമ്മൾ പോയി. അവിടെ നിന്നൊക്കെ നമുക്ക് വെള്ളവും കടിയൊക്കെ കിട്ടി. ചായയൊക്കെ വെക്കാൻ കഴിഞ്ഞ് നമ്മൾ വേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ വീട്ടിൽ പോയി. അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ അപ്പുറത്തെ വീടാണ് കേട്ടോ. ഈ വീട്ടിലാണ് കേട്ടോ ഫങ്ഷൻ. അപ്പോൾ ഈ വീട്ടിലെ അവിടുത്തെയൊക്കെയാണ് അഷ്റഫ് ഖാൻ കേട്ടോ പേര്. അപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ട് ഇവർക്ക് മടിയൊന്നുമില്ല, വീഡിയോ എടുക്കാൻ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവർ വൈഫിനും പിന്നെ അവരായിട്ട് എൻ്റെ ഭാര്യമാർക്കും പെങ്ങന്മാർക്കൊക്കെ അവർ വീഡിയോയിൽ നിൽക്കണ ഇഷ്ടമല്ല. പക്ഷെ എല്ലാ വീഡിയോ എടുത്തോ, നീ ഇവിടുന്ന് എല്ലാം എടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അവരങ്ങനെ നിൽക്കണില്ല. അപ്പം ഈ വീട്ടിലാണ് കേട്ടോ ഫങ്ഷൻ വരുന്നത്. ഇവരെ ഭാര്യേൻ്റെ അളിയനാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട്, അവർക്ക് വിരുന്നാണ്. അപ്പം നമ്മളെയും കൂടി ക്ഷണിച്ചതാണ് കേട്ടോ ഇവിടത്തേക്ക്. അങ്ങനെ നമ്മളത് അടുത്ത വീട്ടിലേക്ക് പോയി. അപ്പോൾ അവർ അവിടുന്ന് വെള്ളം ആക്കണ്ട വന്നിട്ട് അവരാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരാളെ വീട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബത്തക്ക വെള്ളമാണ് കേട്ടോ. ബത്തക്ക വെള്ളം എന്ന് വെച്ചാൽ തണ്ണിമത്തൻ, അത് ജ്യൂസാണ്. അപ്പോൾ അതും കുടിച്ചു. അവിടെ നിന്ന് നേരെ അപ്പുറത്തെ വീട്ടിലേക്കും പോയി. ഈ 4 വീട്ടിൽ പോയിട്ട് നമ്മൾ വെള്ളം വേണ്ടാന്നും അല്ല, 4 വീട്ടിലല്ല, ഫസ്റ്റ് പോയ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിയല്ലേ. പിന്നെ മറ്റേ വീട്ടിലൊക്കെ പോയപ്പോൾ വേണ്ട പറഞ്ഞിട്ട് അവർ എന്തായാലും കുടിച്ചേ പറ്റുന്നതാണ് കേട്ടോ. ഇത് മാംഗോ ജ്യൂസാണ് കേട്ടോ. അവിടെ സ്നാക്സും ജ്യൂസൊക്കെ കിട്ടി. ഇത് മൂത്ത കാക്കൻ്റെ വീട് കേട്ടോ. അപ്പം ശരിക്കും ഫാമിലിയിൽ നിന്ന് തന്നെ ഇവിടുത്തെ മക്കളാണ് കേട്ടത്. പിന്നെ ഫാമിലി എന്ന് വെച്ചാൽ തഷ്രീഫനെ അറിയായിരിക്കും നിങ്ങൾ, ഈ വീഡിയോന് മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ടാവും. തഷ്രീഫൻ്റെ ഇളയമ്മൻ്റെ ആങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ആങ്ങളമാരാട്ടോ, 4 ആങ്ങളമാർ, അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ. ഈ വീട്ടിലത്തെ കാക്ക ഉസ്താദാണ്. ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, ഇപ്രാവശ്യം ഹജ്ജിന് കിട്ടിയിട്ട് അവർ പോകുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പം
ഫസ്റ്റത്തെ വീട് നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്, പിന്നെ രണ്ടാമത്തെ വീട്, മൂന്നാമത്തെ വീട്, അതിൻ്റെ അപ്പുറം നാലാമത്തെ വീട്, അങ്ങനെ 4 വീടാണ് കേട്ടോ. അപ്പോൾ ആ മക്കളെ വീഡിയോസ് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ പരിപാടിയിൽ വെള്ളിയാഴ്ചയാണ് നമ്മൾ പോയത്, പക്ഷേ ജുമാക്ക് കഴിഞ്ഞിട്ട് അവർ വരും. നമ്മൾ പിന്നെ അങ്ങനെ കുറച്ച് നേരത്തെ വന്നതാണ്, നമ്മൾ നേരത്തെ എത്തി. നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. അങ്ങനെ നമ്മളെല്ലാ വീട്ടിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ ഇതാ ഇവിടെ കോഴിക്കുഞ്ഞിനെ പുറത്ത് കൂട് വേറെ ഉണ്ട്, പകൽ സമയത്ത് പുറത്താക്കാൻ വേണ്ടിക്ക് അങ്ങനെ വെച്ചിട്ട് പുറത്താക്കിയതാണ്, എന്താ പറയുക, പുറത്ത് കൂട്ടിയതാണ് കേട്ടോ. അങ്ങനെ വീട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കിച്ചൻ്റെ ഭാഗത്ത് അവരാണ് പെണ്ണുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ഹോം ടൂർ പോലെ എടുത്തതാണ്. താഴെ 2 ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ ഒരു ഹാള്, ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ കിച്ചണാണ്, കിച്ചൻ്റെ ഭാഗം എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നേരെ മുകളിലാണ് കേട്ടോ. മുകളിൽ റൂമില്ല, ഒരു റൂമുണ്ട്. അപ്പം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, മുകളിൽ ഷീറ്റ് ഇട്ടതാണ്. ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒരു റൂമാക്കിയിട്ടുണ്ട് കേട്ടോ ആ സൈഡ്. അപ്പോൾ ഞാൻ മുകളിലൊക്കെ കയറി. നല്ല രസമാണ് പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ആക്കി കഴിഞ്ഞ് മുകളിൽ ഷീറ്റോ അല്ലെങ്കിൽ മുകളിലെടുത്ത് ഇതുപോലെ ഹാളാക്കി കഴിഞ്ഞാൽ പരിപാടിയൊക്കെ നടത്താൻ നല്ല രസമാണ്. പിന്നെ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ. താഴെ വയസ്സുണ്ട്, ബാത്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് റൂം. ഇവിടെ ഒരു റൂം ആക്കിയിട്ടുണ്ട്, പക്ഷെ അവിടെ ബെഡൊന്നും ഇല്ല കേട്ടോ. കാലി റൂം മാത്രം ഇങ്ങനെ ആക്കി വെച്ചതേ ഉള്ളൂ. ഒരു ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ നല്ല രസമുണ്ട് അവിടെ നിന്ന്. അവിടെ റൂം പുറത്തേക്കൊക്കെ നോക്കും, നല്ല രസമുണ്ട് കേട്ടോ. നിഷാദിനൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നിഷാദിൻ്റെ പുറത്തെ കുട്ടികളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിഷാദ് ഇവിടെ തന്നെയാണ് കേട്ടോ വന്നിരുന്നത്. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ബോറായിട്ട് പിന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഇവിടെ പിന്നെ പുറത്തെ കുട്ടികളുണ്ടായിരുന്നു, പക്ഷെ എന്താ വെച്ചാൽ അവർ വേറെ ഇവിടെ പോയിട്ടായിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ബാത്റൂം, ഒരു വയസ്സുണ്ട്. പാർട്ടിയൊക്കെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഫുഡൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാവരും ഫാമിലി ഒത്തുകൂടുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആക്കുന്ന സമയത്തൊക്കെ നല്ല മുകളിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും അവിടേക്ക്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി. പിന്നെ വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകാൻ റെഡിയാകാൻ കേട്ടോ എല്ലാവരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പിലിമ്പി കൊണ്ടു തന്നു. നമ്മളിവിടെ പിലിമ്പി എന്നൊക്കെ പറയും കേട്ടോ. അപ്പം പിലിമ്പി കൊണ്ടു തന്നു. പിന്നെ അത് തിന്നു. പിന്നെ ഇവിടെ നിന്ന് സ്നാക്സും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ നിർത്തിയിട്ടില്ല അതൊന്നും. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്. ഫുഡൊക്കെ കൊണ്ടുവന്നു. ബിരിയാണി ഓരോരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത്, ബീഫ് വരട്ടിയത്, പിന്നെ പച്ചക്കറി ഐറ്റംസ് 2 തരം ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നു, ജുമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്ക് അങ്ങനെ അത് കൊടുത്തു. പിന്നെ അപ്പന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഫുഡൊക്കെ കൊടുത്തു വെച്ചാൽ ഫുഡൊക്കെ എടുത്ത് വെച്ചു. മാഷാഅല്ലാഹ് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ കല്യാണ പെണ്ണ്. ഇതാ പിന്നെ അവളെ മഹറാണ് കേട്ടോ അത്. പിന്നെ മഹർ, പിന്നെ അവളെ വീട്ടിൽ നിന്ന് കൊടുത്ത മാല, പിന്നെ അവളെ എൻഗേജ്മെൻറ്റിന് കൊടുത്ത മാല മുകളിലത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ കാണിച്ചു തന്നു. പിന്നെ അവളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല, 2 പ്രാവശ്യമായിട്ടെല്ലാം അങ്ങനെ ഇരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഉള്ളാണം പോകാനുണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വേഗം ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞങ്ങൾ ഉള്ളാളം പള്ളിയിൽ പോകുന്ന വീഡിയോ വേറെ ഇടും. ഇത് ഒന്നിച്ചിടുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.